പ്രസാദേ, എന്ത് പറ്റിയതാടാ ഇത്? എന്താ മോനെ, എന്താ പറ്റിയത്? എന്റെ ഈശ്വര. ഒന്നുമില്ലമ്മേ, ഒന്നുമില്ലെന്നേ. ഒന്നുമില്ലെന്നോ? കാണിച്ചേ, കാണിക്കടാ. അയ്യോ ഭഗവാനെ, എന്താ ഈ കാണുന്നേ? എന്താ പറ്റിയതാണ്? പറയാൻ ചന്ദ്രേട്ടാ. പ്ലീസ് അമ്മേ, പ്ലീസ് ഒച്ച വെക്കല്ലേ, ആരെ അറിയിക്കരുത്, പ്ലീസ്. പറയടാ, എന്നോട് സത്യം പറ. എന്ത് പറ്റി നിനക്ക്? സത്യം പറയണം നീ. എടാ പറയാൻ. എന്റെ ഭഗവാനെ, പൂജാമുറിയിലെ കിണ്ടിയും വെള്ളവും അറിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതാ എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഈശ്വരൻ അപ്പോഴേ എനിക്ക് കാണിച്ചു തന്നതാ. പക്ഷെ നീ വന്ന് നേരിട്ട് കണ്ടപ്പോ ഒന്നും പറ്റിയില്ലെന്ന് ഞാൻ ആശ്വസിച്ചു. എന്നിട്ട് മറച്ചു പിടിച്ചിരിക്കായിരുന്നല്ലേ എന്നോട് പറയാതെ? എനിക്കറിയണം സത്യം എന്താണെന്ന് പറ. എടാ പറയാൻ. സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞ അഞ്ജലിയെ കുറിച്ച് കൂടുതലായി പറയേണ്ടി വരും. കല്യാണം കഴിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കണമെന്നും പറയേണ്ടി വരും. എടാ പറയാൻ, സത്യം പറയാൻ. എന്ത് പറ്റിയടാ നിനക്ക്? അത് അമ്മേ, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയതാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. ചെറിയ ആക്സിഡന്റോ? കണ്ടാലറിയല്ലോ ഇതത്ര ചെറിയ മുറിവൊന്നും അല്ല. സത്യം പറ പ്രസാദേ, നീ ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയതാണോ? ഓ എന്റെ അമ്മേ, സത്യം ഞാനീ പറയുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ആക്സിഡന്റ് പറ്റിയ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ചെറിയ 2 സ്റ്റിച്ച് കിട്ടു. ഇടയ്ക്ക് മരുന്ന് വെക്കണം, തന്നിരിക്കുന്ന 1-2 ടാബ്ലറ്റും കഴിക്കണം, അത്രേ ഉള്ളൂ. 3-ാം ദിവസം പാടുപോലും ശരീരത്തിൽ കാണത്തില്ല, ഉറപ്പാ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഭഗവാന്റെ മുമ്പില് എന്ന് വിളക്ക് തെളിയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഒരേ ഒരു കാര്യം മാത്രം, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും വരില്ലേ എന്ന്. ഭഗവാനാ നിന്നെ കാത്തത്. എന്നെ കാത്തത് ഭഗവാനല്ലമ്മേ, ജീവിച്ചിരിക്കുന്ന ഒരു ഭഗവതിയാ, ഒരു ദേവതയെന്നും പറയാം. ദേവതയോ? ആരാത്? അമ്മ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ അയച്ചതാവും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ദേവതയുടെ പേര് അഞ്ജലി എന്നാണമ്മേ. അവള് വ്രതമെടുത്ത് തിരിച്ചു പിടിച്ചതാ എന്റെ ഈ ജീവൻ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? തീർച്ചയല്ലേ? ഇല്ലമ്മേ, തീർച്ചയായും. എന്തായാലും ഇന്നിനി പോകാനൊന്നും നിൽക്കണ്ട, കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അയ്യോ, അത് മാത്രം പറയല്ലേ അമ്മേ. ഒരു 100 കൂട്ടം ജോലികൾ ബാക്കി കിടക്കാം അവിടെ. താമസിക്കാതെ ഇവിടുന്ന് പുറപ്പെട്ടാലേ ഉച്ച കഴിയുമ്പോഴേക്കും വീട്ടിലെത്തും. എന്നാലും ഒരെന്നാലും ഇല്ല. അച്ഛനും അമ്മയെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ വന്നത്. പോവാതെ പറ്റില്ലമ്മേ. പിന്നൊരു കാര്യം, ഈ ആക്സിഡന്റ് പറ്റിയ കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അറിഞ്ഞെല്ലാരും വിഷമിക്കില്ലേ? അമ്മയായിട്ട് ഇനി ആരോടും പറയാൻ നിൽക്കരുത്, പ്ലീസ്. അല്ല, അമ്മ എന്തേ കൊണ്ടുവന്നത്? സാരിയാണല്ലോ, ഇതാർക്കാ? അഞ്ജലിമോക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ചതാ. ആദ്യക്കുള്ളത് ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഓ, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കണമായിരിക്കും. ശരി, ആയിക്കോട്ടെ. മേലിൽ സൂക്ഷിച്ച് വണ്ടി ഓടിക്കാവൂ കേട്ടല്ലോ മോനെ. എന്തേലും പറ്റി അറിയാലോ. ഏയ് ഒന്നുമില്ലമ്മേ. അമ്മ കണ്ണു തുടച്ചേ, ഇറങ്ങാൻ പോവാ ഞങ്ങള്. കണ്ണീര് കാണിച്ചു വേണ്ട യാത്ര പറച്ചില്. അപ്പോഴിനി അടുത്ത വരവിന് കാണാം. നിക്കാൻ പറഞ്ഞ് കേക്കില്ലല്ലോ. ഇനി ഞാനായിട്ട് മുടക്കമൊന്നും പറയുന്നില്ല. അവരിറങ്ങിയോ നോക്കട്ടെ. ദേവി, രക്ഷിക്കണേ. ഇത്രയും കാലം നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നതല്ലാതെ ഞാനായിട്ട് നിന്നോട് ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല. ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നിന്റെ തീരുമാനങ്ങളായിരിക്കുമെന്നോർത്ത് സമാധാനിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ എനിക്ക് വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറായി ഒരാൾ കൂട്ടുവന്നിരിക്കുക, പ്രസാദേട്ടൻ. പകരമായി അങ്ങോട്ട് നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അത് പ്രതീക്ഷിക്കാതെ തന്നെ അദ്ദേഹം ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും
നന്ദി പറയാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. ഒപ്പം ഇന്ന് നിന്റെ നടയിൽ കൈകൂപ്പി നിന്ന് അവസാനമായ ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുകയാണ്. ഈ യാത്രയിൽ എത്ര ദൂരം പ്രസാദേട്ടൻ്റെ കൂട്ടുണ്ടാവുമെന്ന് എനിക്ക് നിശ്ചയമില്ല. എങ്കിലും ഒരിക്കലും ഏട്ടൻ്റെ ജീവന് ഒരാപത്തും സംഭവിക്കരുത്. പകരം എൻ്റെ ജീവൻ ഞാൻ തരാം. അതെടുത്ത് പ്രസാദേട്ടൻ്റെ ദേഹത്ത് ഒരു മണൽത്തരി പോലും വീഴാതെ നീ വേണം കാത്തുകൊള്ളാൻ. ആ ഒരു അനുഗ്രഹം മാത്രമേ എനിക്ക് ഈ ജീവിതത്തിൽ ആവശ്യമുള്ളൂ. ആ ഒരു അനുഗ്രഹം മാത്രം. അങ്ങനെ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തി, സമാധാനമായി. ആ, എല്ലാരോടും ഒരു കാര്യം പറഞ്ഞേക്കാം. വന്നു കയറിയ ഉടനെ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിയേക്കരുത്. ആദ്യം ചൂടുവെള്ളത്തിലൊരു കുളി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. എന്തിനാ കുറയ്ക്കുന്നേ? പള്ളിയുറക്കം കൂടെ അങ്ങ് നടത്തിയേക്ക്. ചേച്ചി, വലിയച്ചി ഇങ്ങ് വാ, നമ്മള് വന്നു. ദേ നോക്കിക്കേ, ഇവൾ എന്തൊരു മണ്ടിയാണെന്ന്. പൂട്ടിയിട്ട വാതിലും തുറന്ന് അകത്ത് കയറിയിട്ട് ഏട്ടത്തിയെ വിളിക്കുക. അത് ആര്യം മണ്ടിയായിട്ടല്ലട മണ്ട. വാതിൽ കീയിട്ട് പൂട്ടിയിട്ട് കിടക്കാൻ പോവാണെന്ന് അഞ്ജലി ഫോൺ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. നമ്മളിപ്പോ സ്പെയർ കീ ഉപയോഗിച്ച കതവ് തുറന്നത്. ഓഹോ, അത് ശരി. അല്ല, അതെന്താ ഇപ്പൊ പുതിയ പരിഷ്കാരം? കിടക്കുകയാണെങ്കിലും അകത്തൊന്ന് സാക്ഷി ഇടാമല്ലോ, അതുപോലെ. അതിനേക്കാൾ സെക്യൂരിറ്റി ഇല്ലേ കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുമ്പോ? അതുകൊണ്ട് ഞാനാ പറഞ്ഞത് അങ്ങനെ ചെയ്താൽ മതിയെന്ന്. അത് ശരി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത്രയ്ക്ക് ഭയങ്കര സെക്യൂരിറ്റിയുടെ ആവശ്യം എന്താ ഏട്ടത്തേക്ക്? ആരെങ്കിലും തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നുണ്ടോ? അത് ശരിയാണല്ലോ, ഞങ്ങളും തനിച്ചിവിടെ കിടന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കീ ഉപയോഗിച്ച് വാതിൽ പൊട്ടി കിടക്കുന്ന പരിപാടിയൊന്നും ഇല്ലേ? എന്താ പ്രസാദേട്ടാ അതിന്റെ കാര്യം? അഞ്ജലിക്ക് നേരെ ആക്രമണം ഉണ്ടായ കാര്യമൊന്നും ഇവർക്കറിയില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലൊന്ന് പേടിച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ഇവരോട് എങ്ങനെ പറയും? അതിത്ര ചോദിക്കാൻ എന്താ, നമ്മൾ ആരും ഇവിടെ ഇല്ല. പ്രസാദിന് തോന്നിക്കാണും തന്റെ ഭാര്യയ്ക്ക് കുറച്ച് കൂടുതൽ സുരക്ഷിതത്വം വേണമെന്ന്. കരുതലുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ. ഓഹോ, അങ്ങനെ. അമ്മ ഇപ്പൊ മുറിയിലുണ്ടല്ലോ. ഉണ്ട് മോനെ. എന്നാ പിന്നെ പുഷ്പചേട്ടാ, ഒരു കോഫി. ആ, ഞാൻ പറഞ്ഞത് മറന്നോടാ നീ. ഓ, ചൂടുവെള്ളം പ്ലസ് കുളി എന്നല്ലേ ഞാൻ ഓർക്കുന്നു. അമ്മേ, അമ്മേ, അമ്മേ. നിനക്ക് ഒരു കാപ്പി എടുക്കാൻ മുരളി. അച്ഛാ, അമ്മ ഇവിടെ ഇല്ലല്ലോ. അച്ഛൻ നുണ പറഞ്ഞാണോ? ഏയ് അല്ല മോനെ, ഞാനല്ലേ പറഞ്ഞത് അഞ്ജലിയോട് ഇവിടെ തന്നെ ഇരുന്നാ മതിയെന്ന്. ഇല്ല പ്രസാദേട്ടാ, ചേച്ചി ഇവിടെ ഇല്ല. അതിലിപ്പോ എന്താ? ചേച്ചി പുറത്തെവിടെയെങ്കിലും പോയതാവും. തനിച്ചോ? ഒരു കാരണവശാലും തനിച്ചു പോവില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. ഏട്ടൻ എന്താ എത്ര വെപ്രാളം കാണിക്കുന്നത്? ഏട്ടത്തി തനിച്ച് എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈശ്വര, ഞാനിതെങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? ശത്രുക്കൾ അവൾക്ക് ചുറ്റും സദാസമയം ഉണ്ടെന്ന്. വലിയേടന്റെ ടെൻഷൻ കണ്ടോ? എന്തൊരു കെയറിങ്ങാ വലിയേടാ ഇത്. ഹാ, അതെ അതെ, കാന്താരി ഇത്തിരി നേരം മാറിയപ്പോ കലിപ്പന് സങ്കടമായി. നിർത്തറ. നീക്കെന്താ കളിയാക്കാണോ? ഏട്ടാ, ഞങ്ങള് അഞ്ജലി ഈ വീട്ടിൽ ഇല്ലാതെ വരില്ല. അങ്ങനെ വന്നാ അതിനർത്ഥം അവക്കെന്തോ അപകടം പറ്റിയെന്നുള്ളതാ. എന്ത് അപകടം പറ്റാനാ? വെറുതെ ഓരോ ഹൊറർ സിനിമയൊക്കെ കണ്ട് ഏട്ടൻ ഇപ്പൊ നോർമലായിട്ട് ചിന്തിക്കാൻ വയ്യാതെയായെന്ന് തോന്നുന്നു. എല്ലാരും കൂടെ എന്തിനാ വഴക്കിടുന്നേ? അതെ, ഫോൺ എടുത്ത് വിളിച്ചാൽ തീരാവുന്ന ഇഷ്യൂ അല്ലേ ഉള്ളൂ. അതെ, ഏട്ടത്തി ഫോൺ എടുത്ത് കഴിയുമ്പോ എനിക്ക് ഏട്ടനോട് രണ്ട് പറയാനുണ്ട്.
നോക്ക്, എല്ലാരും കൂടെ കിടന്ന് തർക്കിച്ചില്ലേ? ഇപ്പതേ കണ്ടോ, മൊബൈൽ ഇവിടെ വെച്ചിട്ടാണോ അഞ്ജലി പുറത്തു പോകുന്നത്? പ്രസാദ്, എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ആദ്യം അഞ്ജലി ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്ന് നോക്കാൻ, അല്ലെങ്കിൽ അടുത്ത വഴി നോക്കണം. എടതി എടതി ഏട്ടത്തി, അഞ്ജലി ഏട്ടത്തി, ഏട്ടത്തി. അഞ്ജലി, അഞ്ജലി, അമ്മേ, വലിയച്ചി, അഞ്ജലി മോളെ, ഏടതി ഏടതി ഏട്ടത്തി, ഏടതി അമ്മേ, അഞ്ജലി മോളെ. കണ്ടോടാ? ഇല്ല, കണ്ടില്ല വലിയേട്ടാ. നിങ്ങൾ കണ്ടോ? ഇല്ല. നിങ്ങളും കണ്ടില്ലേ? ഇല്ല, കണ്ടില്ല. അമ്മ എവിടെ പോയി അച്ഛാ? മോനെ, അത് പ്രസാദ്, നീ വിഷമിക്കാതെ. വാ പുഷ്പേട്ടാ, എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, ഒരു പരാതി കൊടുക്കാം. മോനെ, കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് പോരെ? പറ്റില്ല, ഓരോ നിമിഷം വൈകുന്തോറും അപകടമാണ്. വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. ഞാനും വരാം. ഞങ്ങൾ വരാൻ വലിയേട്ടാ. ആഹാ, എല്ലാവരും എപ്പോ വന്നു? ഇതെന്താ, ആർക്കും നാവില്ലേ? നിങ്ങളൊക്കെ എപ്പോ വന്നൂന്ന്? അത് ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട്. എന്നിട്ടെന്താ പുറത്ത് നിൽക്കുന്നത്? വീടിനകത്ത് കേറിയില്ലേ ആരും? വലിയച്ചി എവിടെ പോയിരിക്കായിരുന്നു ഇത്രയും നേരം? ഞാൻ അമ്പലത്തില്. ഏട്ടത്തി എന്താ ഫോൺ എടുക്കാത്തെ? ഓർത്തില്ലെന്നുള്ളതാ സത്യം. എന്നാ പുറത്തിറങ്ങിയപ്പോ ഓർക്കുകയും ചെയ്തു. പിന്നെ വിചാരിച്ചു ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയുടെ നടയിൽ സ്വൈര്യമായിട്ടിരിക്കാമല്ലോ, അവിടെ മറ്റു ശല്യങ്ങളൊന്നും വേണ്ടാന്ന്. അല്ല, ഇതെന്താ എല്ലാവരും കൂടി എന്നെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതാണോ? വാ വന്നേ, ഞാനൊരു കാപ്പി എടുത്തു തരാം. എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, വാ. അഞ്ജലി, ഒന്ന് നിന്നേ. നീ ഇന്നലെ രാത്രി എന്നോടെന്താ പറഞ്ഞത്? ഉറങ്ങാൻ പോവാണെന്ന്. ഓ, അമ്പലത്തിൽ പോകുന്ന കാര്യം അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലേ? അത് ഞാൻ ഓർത്തില്ല. എന്താ പറഞ്ഞത്? ഞാൻ കേട്ടില്ല. അല്ല, എന്നോട് അകത്തുനിന്ന് വാതിൽ പൂട്ടിക്കിടന്നോ, ഉറങ്ങിയാലും സാരമില്ല, സ്പെയർ കീ ഉപയോഗിച്ച് തുറന്നോളാന്ന് പ്രസാദേട്ടൻ പറഞ്ഞില്ലായിരുന്നോ? ഓ, എന്നിട്ട് ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞില്ല എന്ന് പറയായിരുന്നു. ഞാൻ പ്രസാദ്, ഏട്ടാ, വലിയേട്ടാ, വേണ്ട. എന്താണ് ഇത്? ഈ വീട്ടിൽ കയറി വന്ന് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ തിന്ന തീ എന്താണെന്ന് പുഷ്പേട്ടൻ നേരിട്ട് കണ്ടതല്ലേ? വീടിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇല്ല. ഫോൺ വിളിച്ചപ്പോ അത് സോഫയിൽ കിടന്ന് നിലവിളിക്കുന്നു. എന്തു പറ്റി നിനക്കെന്ന് ആദ്യ കയറിയിട്ട് ഒറ്റ നിമിഷം കൊണ്ടാ എന്റെ ചങ്കുരുക്കി വെള്ളമായത്. മിസ്സിങ്ങിന് പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവായിരുന്നു ഞാൻ. അറിയും നിനക്ക്?
പ്രസാദേട്ടാ, ഇതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? ചേച്ചി തിരിച്ചു വന്നില്ലേ? നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല ആരതി. ഞാൻ അനുഭവിച്ച പ്രാണവേദനയുടെ ചൂടും ഉരുകി ഉരുക്കത്തിന്റെ നീറ്റലും ഇവക്ക് മനസ്സിലായില്ല. പിന്നെ ആർക്ക് മനസ്സിലാവാനാ? ഞാൻ അനുഭവിച്ച പ്രാണവേദനയുടെ ചൂടും ഉരുകി ഉരുക്കത്തിന്റെ നീറ്റലും ഇവക്ക് മനസ്സിലായില്ല. പിന്നെ ആർക്ക് മനസ്സിലാവാനാ? അഞ്ജലി, ഐ എം സോറി. എന്തിന്? എനിക്ക് വിഷമമായില്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിനും പെരുമാറിയതിനും? ഇല്ല. സോറി. തെറ്റുപറ്റിപ്പോയിന്ന് തോന്നിയ പിന്നെ ക്ഷമ ചോദിക്കുക ശരിയായ പ്രായച്ചിത്തം. അതിന് പ്രസാദേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോലുമില്ല, സത്യം. ഏയ്, അങ്ങനെയല്ല. എന്ത് കാരണത്തിന്റെ പേരിലായാലും ഞാൻ അങ്ങനെയൊക്കെ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ലായിരുന്നു, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. അല്ല പ്രസാദേട്ടാ, ഒരിക്കലും അല്ല. എനിക്കാ തെറ്റുപറ്റിയത്. എവിടെ പോവായിരുന്നെങ്കിലും പ്രസാദേട്ടനോട് പറയണമായിരുന്നു. ഞാനത് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാതെ പേടിച്ചു. തനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോൾ തനിക്ക് തീ പിടിച്ച പോലായി. ഇത്രയും നാൾ കൈവെള്ളയിൽ വെച്ച് കാത്തു പരിപാലിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് കൈവിട്ടു പോയെന്നൊരു തോന്നൽ. ഒരു നിമിഷം എൻ്റെ മനസ്സ് ഞാൻ പിടിച്ചെടുത്തു നിന്നില്ല. അതാ സംഭവിച്ചത്. അതൊന്നും സാരമില്ല. മറ്റുള്ളവരെന്ത് കരുതിയാലും സാരമില്ല. എനിക്കല്ലേ അറിയൂ എനിക്ക് വേണ്ടി പ്രസാദേട്ടൻ എന്തെല്ലാം ചെയ്തുവെന്ന്, എവിടെയൊക്കെ ജീവൻ പണയം വെച്ച് ഫൈറ്റ് ചെയ്തുവെന്ന്. വേണ്ടപ്പെട്ടവർ പോലും കൂടെ നിൽക്കാത്ത ഈ ലോകത്ത് ഒരാള് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? അങ്ങനെയുള്ള അവകാശമോ അധികാരമോ ഒന്നും മനസ്സ് വെച്ചിട്ടല്ല. തനിക്കെന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നുള്ള വേവലാതി. വീണ്ടും വീണ്ടും പറയണ്ട, അതെനിക്ക് മനസ്സിലായി. എന്റെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടാനും ആദ്യ കയറാനും ഒക്കെ ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ളതാ സത്യത്തിൽ ഇപ്പൊ എന്റെ സമാധാനം. അതറിയോ പ്രസാദേട്ടന്? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. പ്രസാദേട്ടന് ഞാൻ ഒന്നും തന്നിട്ടില്ല ഇതുവരെ. കയ്യിലുള്ള സ്വന്തം ജീവിതം കൂടി പിടിച്ചു വാങ്ങിയിട്ടേയുള്ളൂ ആരതിയുടെ ജീവിതം സംരക്ഷിച്ചു പിടിക്കാൻ. നാളെ മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കേണ്ട ആളാണ് എന്നതുപോലും മനഃപൂർവ്വം മറന്ന് ഭാര്യവേഷം കെട്ടി നിൽക്കുക ഞാനിവിടെ. എന്നിട്ടും പ്രസാദേട്ടൻ എന്നോട് പരാതി പറഞ്ഞോ? ഇല്ല. ഒരു നോട്ടം കൊണ്ടുപോലും കുറ്റപ്പെടുത്തിയോ? ഇല്ല. ഇത്രയും ദയ ഈശ്വരന്മാര് പോലും കാണിക്കില്ല. അതാണ് വാസ്തവം. അഞ്ജലി, സത്യം പറഞ്ഞോ, എന്റെ മനസ്സിലിപ്പോ പ്രസാദേട്ടന് ഈശ്വരന്റെ സ്ഥാനോ? എന്നെ ശപിക്കാനോ തല്ലാനോ, എന്തിനേറെ ഈ ജീവൻ പോലും തിരിച്ചെടുക്കാനോ ഉള്ള അവകാശം പ്രസാദേട്ടനുണ്ട്. ഞാൻ ചെയ്ത അവിവേകത്തിന് പ്രസാദേട്ടൻ വേണേ എന്നോട് ക്ഷമിക്കാൻ. ഐ എം സോറി. എന്റെ നെഞ്ചി കല്ലൊന്നുമല്ല. എന്നോട് കരുതലുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിയാനും കഴിവുള്ളൊരു ഹൃദയം തന്നെയാ. അതുകൊണ്ട് പറഞ്ഞതും ചെയ്തതും ഓർത്ത് പ്രസാദേട്ടൻ വിഷമിക്കരുത്.
എന്നോട് പ്രസാദേട്ടന് അതിനുള്ള അവകാശമുണ്ട്, എന്നും എപ്പോഴും.